സംസാരിക്കും. അതിനായി സമർപ്പിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അലക്സാണ്ടർ മത്തായി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദിവസരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമായ നല്ല രാത്രിയുടെ നല്ല നിമിഷങ്ങൾക്കായി നന്ദി സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷ അയക്കുന്ന പ്രിയ മോബി തോമസ്, മറ്റു കടന്നു വന്ന കുടികാലിൽ നടന്ന കർത്താവിൻ്റെ ദാസൻ, സെൻറ്റ് രാത്രി കാശിക്കുന്ന സഹോദരീശ്വരന്മാർ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിക്കാൽ നിങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ എന്നോട് കടന്നു വരുമ്പോൾ അല്പം ടെൻഷനിലായിരുന്നു കടന്നു വന്നത്. ഞങ്ങൾ ഡൽഹിയിൽ കടന്നു വന്നെങ്കിലും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേഗത്തിൽ മടങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അന്ന് ശുശ്രൂഷകളൊക്കെ വളരെ ടെൻഷൻസിലായിരുന്നു ചെയ്തിരുന്നത്. അന്നിരുന്നവരൊക്കെ ആണോ എന്നിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. സ്തോത്രം. എങ്കിലും ചില മുഖങ്ങളെയൊക്കെ പരിചയമുണ്ട്. പ്രിയ ജോസാനെ നല്ല ഓർമ്മയുണ്ട്, മോഹൻ്റെ ഓർമ്മയുണ്ട്. സ്തോത്രം. എല്ലാവരെയും ഒന്നും ഓർക്കാൻ എൻ്റെ മനസ്സിൽ കിട്ടുന്നില്ല. നിങ്ങളെല്ലാവരെയും ഓർത്ത് വെച്ച് സ്തുതിക്കുന്നത് ഇവിടെ വളരെ എസ്പെഷ്യലി ഇന്ന് കേൾക്കാൻ കൂടുതൽ സൗര്യമാരുടെ ഭാഗത്ത് നിന്ന് യൂത്ത്സാണ് ഉള്ളത്. യൗവനക്കാരെ കണ്ടപ്പോൾ എനിക്ക് അല്പം ക്ഷീണിച്ചാണ് ഞാൻ വന്നത്. ഒരു 10-25 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. എങ്കിലും നിങ്ങൾക്ക് എനർജറ്റിക്കായി പാടുന്നത് കണ്ടപ്പോൾ സ്തോത്രം, എൻ്റെ ക്ഷീണം കുറച്ചൊക്കെ മാറി. സ്തോത്രം. കാലേബ് പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. മോശ എന്നെ അയച്ച നാളിലെ അതേ ശക്തി അല്ലെങ്കിൽ അതേ ബലം ഇന്നും എനിക്കുണ്ട്. മോശ എന്നെ അയക്കുമ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഇപ്പോൾ എനിക്ക് 80 വയസ്സായി. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ 40 ആയിരുന്നു, ഇപ്പോൾ 80 ആയി. എന്ന് പറഞ്ഞാൽ എനിക്ക് 80 ഇല്ലേ? സ്തോത്രം. അപ്പോൾ പറയണേ, അപ്പം 40 ബലം മീൻസ് അന്നത്തെ ബലം എന്ന് വെച്ചാൽ 40 വയസ്സിൽ എനിക്കുണ്ടായിരുന്ന അന്നത്തെ ബലം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പോകുവാനും വരുവാനും പടവെട്ടുവാനും ഉള്ള ആരോഗ്യം അന്നത്തേതുപോലെ ഇന്നും ഇരിക്കുന്നു എന്ന് കാലേബ് പറഞ്ഞൊരു വാക്ക് എൻ്റെ ഓർമ്മയിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പ്രിയമുള്ളവരെ, വയസ്സ് എത്ര മുൻപോട്ട് കഴിഞ്ഞാലും കുറേ വയസ്സ് ഓരോ ദിവസം കഴിയുന്തോറും പ്രായം കൂടുന്തോറും ശാരീരികമായ ക്ഷീണമൊക്കെ വരും. പക്ഷേ ഈ സമയത്തൊക്കെ വായിച്ചപ്പോൾ പല ആർട്ടിക്കിളൊക്കെ വായിക്കുമ്പോൾ പലരും പറയുന്ന മഹാന്മാരും പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. വയസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. സംശയമൊന്നുമില്ലല്ലോ ആ കാര്യത്തിന്. നമുക്ക് തോന്നും പ്രായം കൂടിയാണ്ട് അച്ഛൻ അടങ്ങിയിരിക്കും, അമ്മമ്മ അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ചോദിക്കും, മോനെ നീ എവിടെ പോകണം, ഞാനിവിടെ വരട്ടെ എന്ന്. നമ്മൾ വയസ്സാൻ കടത്തി മനുഷ്യൻ അടങ്ങിയിരുന്നോടെ എന്ന്. വയസ്സായെന്ന് തോന്നിയാലും മനസ്സ് ഇപ്പോഴും എങ്ങനെയാണ്? ചെറുപ്പമാണ്. പോകാനും വരുവാനൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ വണ്ടിയെ കയറാൻ കാല് പൊക്കി വെക്കാൻ വയ്യ മോളെ മോനെ എന്നൊക്കെ പറയും. എങ്കിലും പിടിച്ച് കയറി അവർ കയറി വരും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്പരാണ്, വയസ്സൊരു നമ്പരാണ്. പക്ഷേ മനസ്സെന്താണ്? മനസ്സ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പം ഒരുക്കമുണ്ടെങ്കിൽ വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും. പ്രായം എത്രയായിരുന്നാലും ദൈവസന്നിധിയോട്. അപ്പോൾ കാലേബിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ കാലേബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അന്നത്തെ ആരോഗ്യം ഇന്നും അതുപോലെ ഇരിപ്പാൻ കാരണം കാലേബ് ദൈവത്തോട് ചേർന്ന് നിന്നു, പറ്റി നിന്നു. ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, പറ്റി നിൽക്കുകയാണെങ്കിൽ ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. ക്ഷീണവും തളർച്ചയൊക്കെ മാറാൻ എന്താണ് ഒരു പരിപാടിയുണ്ട്. എന്താണ്? ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ഓ കൃപ റുടമന ജലരമന സൈഡരാ ജലരമന. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ ഞാൻ വേറൊരു പാട്ട് പാടാൻ ഞാൻ മനസ്സിരുന്നത്. പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പാടിപ്പോയി. സ്തോത്രം. അപ്പം ക്ഷീണം മാറാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തെ എന്ത് ചെയ്യണം? സേവിക്കണം, നന്നായി സേവിക്കണം, ധ്യാനിക്കണം, മാനിക്കണം. അങ്ങനെയാണെങ്കിൽ ക്ഷീണമെല്ലാം മറന്നു പോകും. പ്രിയമുള്ളവരെ,
എല്ലാ ക്ഷീണവും മാറും ഇന്ന് രാത്രിക്കാലം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഭൗതികമായ ആഹാരം കഴിക്കുമ്പോൾ ഫിസിക്കൽ ബോഡിക്ക് ഹെൽത്ത് കിട്ടുന്നുവെങ്കിൽ ആത്മാവിന് എന്ത് ചെയ്യണം? സ്പിരിച്വലായിട്ടുള്ള ആഹാരം കിട്ടുമ്പോൾ ആത്മാവ് ഉള്ളിൽ എന്ത് ചെയ്യും? ബലം പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനം ആത്മാവിന് എപ്പോൾ എന്താണ്? ആത്മീയമായുള്ള ഭക്ഷണത്തിന് വേണ്ടി ദാഹമുണ്ട്, ഇല്ലേ? വചനം പറയുന്നു, ജഡമോ ബലഹീനം, ആത്മാവ് എപ്പോഴും വില്ലിങ്ങ, റെഡിയായിട്ടിരിക്കുക ഭക്ഷിക്കാൻ. പക്ഷെ ജഡത്തിന് അങ്ങ് ക്ഷീണമാണ്. അത് ഉപവാസ പ്രാർത്ഥന വന്നാൽ കഴിക്കാത്തതിന് ക്ഷീണം, കഴിച്ചുകൊണ്ട് വന്നാൽ കഴിച്ചതിൻ്റെ ക്ഷീണം, രണ്ടാലും നമുക്ക് ക്ഷീണമാണ്. പ്രിയം, എന്നാൽ ആത്മാവിന് അങ്ങനെയല്ല. ആത്മാവ് എപ്പോഴും ഒരുക്കമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഒരുപക്ഷെ നിങ്ങളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരായിരിക്കാം, 8 hours ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. എനിക്കറിയാം, എങ്കിലും പറഞ്ഞ് വിഷമിക്കാനൊന്നുമില്ല. 8 hours ഞാൻ എൻ്റെ പ്രാരംഭ ടൈമിൽ വിദേശത്തെ ജോലി സമയത്താണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ജോലി ചെയ്തിട്ട് വന്ന് 8 മണിക്കൂറോ 9 മണിക്കൂറോ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സൊക്കെ നന്നായിട്ട് ആരാധിക്കും. വെള്ളിയാഴ്ച കാണാൻ തീപ്പിരി പോലെ നിൽക്കും. ആ എനർജിയിലാണ് അവർ പിറ്റേ ദിവസം ഓടുന്നത്. അപ്പോൾ ജോലി ചെയ്ത് ക്ഷീണമൊക്കെ കാണും. ദൈവം നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്നിടം മറന്ന് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് പലക്കാലം ദൈവം നമ്മോട് സംസാരിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അല്പം കൂടി ശക്തിയോടെ. ഓക്കെ, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രകാശിച്ച ഒരു വാക്യം. സ്തോത്രം. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ. യെശയ്യാ ചാപ്റ്റർ 43 വേഴ്സ് 18 and 19. മതി, എല്ലാവരും എടുത്തല്ലോ വാക്യം. മുമ്പുള്ളവേ എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഓർക്കേണ്ട. പണ്ടുള്ളവേ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവം എല്ലാ കാലയളവിലും തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് പഴയ കാര്യമല്ല, ഇന്നലെ ചെയ്തതല്ല, പുതിയതൊന്ന് തമ്പുരാൻ ചെയ്യും. സ്തോത്രം. പുതിയതൊന്ന് ചെയ്യുന്നു. അത് എപ്പോൾ സംഭവിക്കും? അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം നാളെയല്ല, ഇന്ന് ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കും? അടുത്ത വർഷമല്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യും. ഞാൻ ഭാരപ്പെടുന്ന, ഞാൻ വേദനിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് മേൽ എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് ഇന്ന് രാത്രി സമയം എത്ര പേർ വിശ്വസിക്കും? ശതാധിപൻ പറയാണ്, നീ ഒരു വാക്ക് കേൾപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നീ എൻ്റെ വീട്ടിൽ നിന്നും വരണ്ട. ചിലർ എന്താ എൻ്റെ വീട്ടിൽ വരണം, പാസ്റ്ററിന് തല കൈ വെക്കണം, അന്യഭാഷ പറയണം, എന്നിട്ട് പോന്ന് പറയുമ്പോൾ അവിടെ നിന്നും. അതിനൊന്നും ആവശ്യമില്ല. വിശ്വസിക്കുന്നവനെ സകലവും സാധ്യം. ഇന്ന് രാത്രിക്കാൾ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? ദൈവം ഇന്ന് രാത്രിക്കാൾ ഞാൻ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വിഷയത്തിന് മേൽ, ഞാൻ ഭാരപ്പെട്ട നീറിപ്പോയിരിക്കുന്ന ചില വിഷയത്തിന് മേൽ, നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ യാതൊരു മറുപടിയും ഇല്ലല്ലോ, യാതൊരു മറുപടിയും കാണുന്നില്ലല്ലോ. ഇനി എത്ര നാൾ കൂടി ഞാൻ കാത്തിരിക്കും? എത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്യും? എനിക്കിനി സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെട്ട നിരാശയുടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് രാത്രികൾ സ്വർഗം വിളിച്ചു പറയുന്നു. സ്തോത്രം. മുൻപുള്ളവേ ഓർക്കേണ്ട, ഇന്നലത്തെ കാര്യം ഓർക്കേണ്ട. സ്തോത്രം. ഡു നോട്ട് റിമെമ്പർ ദ ഫോർമർ തിങ്സ്. ഇന്നലത്തെ കാര്യം നിങ്ങൾ ഓർക്കേണ്ട. ഇപ്പോൾ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? ഇന്നലെ രാത്രി നീ കരഞ്ഞായിരിക്കും ഉറങ്ങിയത്. ഇന്ന് പലക്കാൾ നീ കരഞ്ഞുകൊണ്ടായിരിക്കും അവിടെ വന്നത്. ഇന്ന് രാത്രിക്കാലം ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ വേദനയോടും നിരാശയോടും ഭാരത്തോടും കൂടിയാണ് നീ കടന്നു വന്നതെങ്കിൽ, ഹന്ന ദൈവസനിൽ കടന്നു വന്നപ്പോൾ അവൾ ക്ഷീണിതയായി നിരാശയോടും ഭാരത്തോടെയാണ് ഹന്ന കടന്നു വന്നത്. എന്നാൽ 15 പുസ്തകത്തിൽ വായിക്കുന്നു, സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അപ്പോൾ അതുവരെ അവൾ എങ്ങനെ പോലെ ഭക്ഷണം പോലും നന്നായി കഴിച്ചിട്ടില്ല. വിഷയങ്ങളുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ ഭക്ഷണം പോലും കഴിക്കാതെ ഭാരപ്പെട്ട് വേദനയോടെ ആലയത്തിൻ്റെ ഉള്ളിൽ കടന്നു വന്ന ഹന്ന ദൈവശബ്ദം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ, ദൂത് ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ക്ഷീണം മാറി, വാട്ടം മാറി. സ്ത്രീ തൻ്റെ വഴിക്ക് പോയി
ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഇന്ന് രാത്രിക്കാലം വാടിയ മുഖത്തോടാണ് നീ ആലയത്തിൽ വന്നത്, നിരാശയോടാണ് വന്നിരിക്കുന്നത്, നീ പ്രയാസത്തോടാണ് വന്നിരിക്കുന്നത്, ഉള്ളിൽ തേങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിക്കാലം നീ മടങ്ങിപ്പോകുമ്പോൾ തേങ്ങല മാറി, നിരാശ മാറി, ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭവനത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്തു എന്നുള്ള ഉറപ്പോട് പോകുവാൻ ഇന്ന് രാത്രിക്കാലം തമ്പുരാൻ സംഗതിയാക്കട്ടെ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണം? ഇന്നലത്തെ കാര്യങ്ങൾ, ഇന്നലെ പ്രസംഗം കേട്ടു, കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ ഫാസ്റ്റിങ് ചെയ്തു, കഴിഞ്ഞ ദിവസം ദൂത് കേട്ടു, ഇതുവരെയും അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ഓർത്ത് പഴയകാല സംഭവങ്ങൾ ഓർത്ത് നിരാശയോടെ അതിനെ ധ്യാനിച്ചിരിപ്പാനല്ല ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്തും. ദൈവം ഒരു മാറ്റം എനിക്ക് തരാൻ പോകുന്നു. എൻ്റെ കണ്ണുനീർ കണ്ട ദൈവം, കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം കണ്ണുനീർ കാര്യം നടത്തിത്താരും കണ്ണുനീർ റിചാലരമന കൃപ കൃപ കൃപ. അപ്പാ സ്തോത്രം. നിന്മാനമീള സ്തോത്രം കൃപ. നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെ എന്നും ഇന്ന് രാത്രികാലം ഞാൻ പാടാൻ ഉദ്ദേശിച്ച പാട്ട് ഇതായിരുന്നു. എന്നാൽ ആ പാട്ട് വീണ്ടും എൻ്റെ നാവിലേക്ക് തമ്പുരാൻ തരികയാണ്. കണ്ണുനീർ താഴ്വയിൽ കൂടി നീ നടക്കുമ്പോൾ, കണ്ണുനീർ താഴ്വയിൽ കൂടി നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കണ്ണുനീർ കണ്ടവൻ, കണ്ണുനീർ വാർത്തവൻ കാര്യം സാധിച്ചു തരും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കണ്ണുനീർ കാണുമ്പോൾ അടങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. കണ്ണുനീർ വാർക്കുന്നത് കാണുമ്പോൾ അവന് മനസ്സിലെയും. നിന്നെ കാണുമ്പോൾ ആർക്കും നിന്നോടൊരു ദയ തോന്നിയില്ലേലും, ആരും നിന്നോട് ആശ്വാസമൊക്കെ പറഞ്ഞില്ലേലും, കണ്ണുനീർ കണ്ടിട്ട് അടങ്ങിയിരിക്കുന്ന നമ്മുടെ യേശു. മാർത്തയും മറിയയും കരയുന്ന കണ്ടപ്പോൾ അവിടെ വായിക്കുന്നു, യേശുദാൻ കണ്ണുനീർ വാർത്തു. കരയുന്നതിനോടുകൂടെ കരയുന്നതിനായൊരു ദൈവം, വളരെ കമ്പാഷനേറ്റീവായൊരു ദൈവം. നിന്റെ കണ്ണുനീർ കാണുമ്പോൾ റുഡാരജാലരാമന ആരോടും പുറത്തു പറയാൻ കഴിയാതെ വേദനിച്ച് എൻ്റെ വിഷയത്തിൻ്റെ മുഖത്ത് ഞാൻ എന്ത് പ്രതിവിധിയാണ് ഇനി ചെയ്യേണ്ടത്, എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇതിൻ്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. സ്വർഗം പറയുന്നു, നിന്റെ കണ്ണുനീർ കണ്ടവൻ അടങ്ങിയിരിക്കത്തില്ല, അവൻ നിന്റെ മാറയെ അവൻ മധുരമാക്കി തീർക്കും. അവൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കും. അവൻ അത്ഭുത മന്ത്രി, നിത്യപിതാവ്, വീരനാം ദൈവം. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പറ, ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എന്റെ ശത്രുവേ, നീ എന്നെ നോക്കി ചിരിക്കരുത്. ഞാൻ വീണ്ടും എഴുന്നേൽക്കും. റിചാലരമന റുഡബംബമാന വൈഡമാന ജലരമന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റിചാലരമന ജലരമന. വിടുവിക്കുന്ന സിയോനിൽ നിന്ന് എഴുന്നേൽക്കും. യഹോവ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും, അതിപ്പോൾ
അത് ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? സ്തോത്രം. ദൈവവചനം പറയുന്നു, ഞാൻ എന്ത് ചെയ്യും? മരുഭൂമിയിൽ ഒരു വഴി. സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രിക്കാലം പഴയതൊക്കെ ഒന്ന് മറന്ന് വിശ്വാസത്തോടെ ദൈവത്തിൽ ഇരുന്നാൽ മരുഭൂമി പോലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ, എന്നതാ മരുഭൂമി പോലുള്ള നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, മരുഭൂമിയിൽ എന്തില്ല? വഴിയില്ല. മരുഭൂമിയിൽ നടന്നാൽ എന്തില്ല? വഴിയില്ല എന്ന് പറഞ്ഞാൽ മുൻപോട്ട് നോക്കിയാൽ മുൻപോട്ട് പോകുവാൻ ഒരു വഴിയും കാണുന്നില്ല. വഴി ഇല്ല എന്ന് പറയുന്നിടത്ത് ഒരു വഴി ഉണ്ടാക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രികാലം എത്ര വിശ്വസിക്കും? ദൈവം ചില അധികാരികളുടെ ഹൃദയത്തോട് സംസാരിക്കും. ദൈവം ചില ശക്തമായ ഹൃദയത്തോട് വാദിക്കും. നിനക്ക് വേണ്ടി വാദിപ്പാൻ ആരുമില്ലെങ്കിലും നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്, അവന് മാറ്റം വന്നിട്ടില്ല. ഇന്ന് രാത്രികാലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് വേണ്ടി ആര് വാദിക്കും? എനിക്ക് വേണ്ടി ആര് സംസാരിക്കും? ആരെന്നെ സപ്പോർട്ട് ചെയ്യും? ആരെന്നെ സഹായിക്കും? ചോദിക്കുന്ന സഹോദരി, സ്വർഗം പറയുന്നു, മാനുഷ്യമായ കരമല്ല, എൻ്റെ കരം തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യും. ഹല്ലേലൂയ. മരുഭൂമിയാണെന്ന് തോന്നിയാലും, വഴി അടഞ്ഞിരിക്കുന്നെന്ന് തോന്നിയാലും, മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാലും, ഇന്ന് രാത്രികാലം നാഥൻ പറഞ്ഞാൽ വഴിയില്ലെന്ന് പറയുന്നൊരു വഴി നിശ്ചയമായി തമ്പുരാൻ ചെയ്യും. നമുക്കത് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം, 1 Kings chapter 17 verse 12-5. 1 രാജ 17 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അതിന് അവൾ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുക. മുൻപോട്ട് പോകുവാൻ ഒരു വഴിയും കാണാത്ത നിമിത്തമായി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതാ 2 വിറക് പെറുക്കുന്നു. കാരണം വിറകില്ലാത്തതുകൊണ്ടല്ല, കലത്തിൽ മാവില്ലാത്തതുകൊണ്ടാണ്. കലത്തിൽ എന്തുണ്ട്? കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പ എണ്ണയുമല്ലാതെ ഒന്നുമില്ല. ഇന്ന് രാത്രി പലരും പറഞ്ഞു, ഒന്നുമില്ല പാസ്റ്ററെ, ഇച്ചിരി ടൈറ്റാ, ഒന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. ഹലോ ബ്രദറെ, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ പറയാം, ഐ എം വെരി ഫൈൻ. പക്ഷേ പേഴ്സ് കാലിയാ പാസ്റ്ററെ, പുറമേ ഞാൻ നാടൻ കളിക്കുക, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഈ മാസം? ഒന്നുമില്ലെന്നേ. ഇന്ന് രാത്രിക്കാലം സ്വല്പം ഉണ്ടെന്നേ. തട്ടിക്കൂട്ടി പോകാമെന്നല്ലാതെ മുൻപോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ല. നമുക്കറിയാം, എൻ്റെ കോണ്ടസ്റ്റേ ഏലിയാവ് കെരീത്തോട്ടിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം, കെരീത്തോട് വറ്റി കാക്കട വരവ് നിന്നു. ദൈവം തൻ്റെ ദാസനെ ഏലിയാവോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് സാരഫാത്തിലേക്ക് പോകുക, നിന്നെ പുലർത്തേണ്ടതിനെ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കുക പദം, നിന്നെ പുലർത്തേണ്ടതിനെ ഒരു വിധവയോടെ കൽപ്പിച്ചാക്കി. ദൈവം നിന്നെ അയക്കുമ്പോൾ ചിലരോടൊക്കെ ചിലത് കൽപ്പിച്ചിട്ടാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ചുമ്മാ വന്ന് കയറിയതല്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ, ഒരു ദേശത്ത് വരുമ്പോൾ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഓർത്തോണം, വെറുതെ ജോലി കിട്ടിയതല്ല, ദൈവം പറഞ്ഞിട്ടാണ് കിട്ടിയത്. ദൈവം പറഞ്ഞിട്ടാണ് കിട്ടിയതെങ്കിൽ അതിന് മുൻപോട്ടുള്ള ഓരോ സ്റ്റെപ്പും ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്, ചിലരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നീ വിശ്വസിക്ക്, എൻ്റെ കാഠിന്യത മാറും, എൻ്റെ പ്രശ്നങ്ങൾ മാറും, എൻ്റെ നിരാശ മാറും, എൻ്റെ തലമേലുള്ള വലിയ ബർഡൻ തമ്പുരാൻ മാറ്റി എൻ്റെ ജോലിയിൽ എന്നെ ലഘുവാക്കി തരും. എൻ്റെ ഹാർഡ് വർക്ക് മാറ്റും, എൻ്റെ തലയിലിരിക്കുന്ന വലിയ ചുമട് മാറ്റി വയ്ക്കും. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിൽ കഷ്ടപ്പെട്ടപ്പോൾ, അവർ നിലവിളിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു.
സ്തോത്രം, അവരുടെ അടിമവേല അങ്ങോട്ട് മാറി, അവരുടെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം ഒന്ന് ഫ്രീ ആവും എന്നൊക്കെ ചോദിക്കുന്നവരോട് തമ്പുരാൻ പറയുന്നു, ഇസ്രായേൽ ജനം മിസ്രൈമിൽ കഷ്ടപ്പെട്ടിരുന്ന കാലയളവിൽ നിലവിളിച്ചപ്പോൾ ദൈവം അവരവിടുന്ന് അടിമ നുഖത്തിൽ നിന്ന് ഫ്രീ ആക്കിയതുപോലെ ചില നുഖത്തിൽ നിന്നും തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഇനി ഒരു വൻ ബർഡൻ നിന്റെ പെടയലിൽ, നിന്റെ ശിരസ്സിന്മേൽ ആരും വെക്കില്ല. ബർഡൻ മാറ്റും. ചില നുഖത്തിന്റെ അമ്മിക്കൈകളെ ഇന്ന് രാത്രിക്കാലം തമ്പുരാൻ പൊട്ടിച്ച് നിന്നെ സ്വതന്ത്രയാക്കുന്ന രാത്രിയുടെ യാമമായി ഇത് മാറും. ഇനി നീ ഒരു നുഖത്തിന് കീഴിൽ ആയിരിക്കില്ല, നീ സ്വതന്ത്രനായിരിക്കും. നീ സ്വതന്ത്രരായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ഇനി നീ കരഞ്ഞോണ്ട് നടക്കുകയില്ല. റുഡമന റിമന വൈഡാ രജാലരമന. ദൈവത്തിന്റെ ആത്മാവ് രൂത്തിന്റെ പുസ്തകത്തിന്റെ വാക്യം എന്നെ ഓർമ്മിപ്പിക്കുക, നിന്നെ തുടരുന്ന് ഞാൻ ബാല്യക്കാരോടെ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ഫ്രീ ആയി ഇതിൽ നടക്കാം. നിന്നെ തൊടാൻ പാടില്ല എന്ന് ഞാൻ എൻ്റെ ബാല്യക്കാരോടെ കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നിന്നെ ആരും ഭാരപ്പെടുത്തുകയില്ല, നിന്നെ ആരും വേദനിപ്പിക്കത്തില്ല. നീ കരഞ്ഞോണ്ട് ജോലി ചെയ്യില്ല, നീ ഫ്രീ ആയി സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന സുദിനങ്ങൾ നിന്റെ മുൻപിലുണ്ട്. ഇന്ന് രാത്രിക്കാലം നീ പേടി കേട്ടിട്ട് ഓടിപ്പോവാൻ തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ സ്വർഗം പറയുന്നു, ഓടാൻ വരട്ടെ, വെയിറ്റ് ചെയ്യുക. ദൈവം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോകുന്നു. ഏലിയാവ് ദൈവശബ്ദം കേട്ട് സാരഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവൻ കാണുന്ന കാഴ്ച, വിധവ വിറക് പെറുക്കുന്നു. എത്ര വിറക് പെറുക്കുന്നു? 2 വിറക് പെറുക്കുന്നു. കാരണം കലത്തിൽ അല്പം മാവും ഭരണിയിൽ സ്വല്പം എണ്ണയുമല്ലാതെ അവൾ പറയാണ്, ദൈവപുരുഷനെ, എൻ്റെ പക്കൽ ഒന്നുമില്ല. ഈ വിറക് പെറുക്കി അപ്പം കൊണ്ടുപോയി അപ്പം ഉണ്ടാക്കി തിന്ന ശേഷം ഞാനും എൻ്റെ മകനും മരിക്കാനിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ ദാസനെ അവിടേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം, ഒന്ന്, വിധവയുടെ മരണം മാറ്റുക. അറ്റ് ദ സെയിം ടൈം തൻ്റെ ദാസനെ പുലർത്തുക. 2 പർപ്പസിന് വേണ്ടി അത്രേ ദൈവം ഏലിയാവിനെ സാരഫാത്തിലെ വിധവടുക്കിലേക്ക് കൊണ്ടുവന്നത്. വിധവ ചിന്തിച്ച് കാണും, വിറപെറുക്കുന്നത് കണ്ട് കലത്തിലെ മാവ് കണ്ട് കയറി വന്നതായിരിക്കാം ദൈവപുരുഷൻ ചിന്തിച്ചേക്കാം. വിധവയ്ക്ക് തെറ്റുപറ്റി. മാവ് കണ്ട് കയറി വരുന്ന പുരുഷനല്ല ദൈവപുരുഷന്മാർ. നീ മരിക്കുമെന്ന് കാണുന്ന ദൈവം നിന്റെ മരണമൊന്നും മാറ്റുവാൻ അയച്ചവനാണ് ദൈവപുരുഷൻ. അവൻ പറയുന്ന വാക്ക് നീ അനുസരിച്ചാൽ നിന്റെ മരണം മാറും. മരിപ്പാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നീ ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനത്ര ദൈവത്തിൻ്റെ പദ്ധതി. ഇവൾ പറയുന്നു, ഞാനും മകനും മരിക്കുകയാണ് ഞങ്ങളുടെ മുൻപുള്ള ഏക ലക്ഷ്യം, മറ്റു മാർഗമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ ദൈവപുരുഷൻ പറയുകയാണ്, എന്താ പറഞ്ഞ വായിച്ചത്? ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഡു നോട്ട് അഫ്രൈഡ്. ഇന്ന് രാത്രി ഭയത്തോടെ ഇരിക്കുന്നുവെങ്കിൽ നീ ഭയപ്പെടേണ്ട. നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക. 2 അപ്പം ഉണ്ടാക്കാനിരിക്കും, അതൊക്കെ ചെയ്തോ. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? ഒരു ചെറിയ അട എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവരിക. പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതിനും വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേൽ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രികൾ നീ ചിന്തിക്കുന്നത്, നീ ഇതുണ്ടാക്കി ഒരു ചെറിയ അടി ഉണ്ടാക്കി ദൈവപുരുഷന് കൊടുക്കുമ്പോൾ, നീ അത് കഴിയുമ്പോൾ നിന്റെ മകനും നിനക്കും വേണ്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ മാവ് വറ്റിപ്പോവും, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മാർഗമില്ലെന്നൊക്കെ നീ ചിന്തിച്ച് ഭാരപ്പെട്ട ഉള്ളം കലങ്ങിയിരിക്കുന്നുവെങ്കിൽ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ മഴ പെയ്യും വരെയും നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല. ഇന്ന് രാത്രികാലം നീ ചിന്തിക്കുന്ന ഒന്നും സംഭവിക്കത്തില്ല. ദൈവം നിന്നെ മുൻപോട്ട് നടത്താൻ പോകുക, ദൈവം നിന്നെ മുൻപോട്ട് പുലർത്താൻ പോകുക. താഴേക്ക് വായിക്കുമ്പോൾ കാണുന്ന അല്പം കൂടെ താഴേക്ക് വായിച്ചേ. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. മതി. ദൈവപുരുഷൻ പറഞ്ഞതുപോലെ അവൾ അനുസരിച്ചു.
പലരുടെ ജീവിതത്തിൽ നന്മകളും വിടുതലും കാണാത്തതിൻ്റെ കാരണം ദൂത് കേൾക്കത്തേ ഉള്ളൂ, അനുസരിക്കത്തില്ല. ഒരു കാതിൽ കൂടെ കേട്ടെ മറ്റേ കാതിൽ കൂടെ വിടാനുള്ളതല്ല ദൂത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് എന്ത് കൽപ്പിക്കുന്നുവോ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ചിലരെല്ലാം കേൾക്കും, എല്ലാം മൂളും, എന്നിട്ട് സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് പ്രവർത്തിക്കും. പ്രിയമുള്ളവർ, അങ്ങനെയല്ല അവിടെ വായിക്കുന്നത്. അവൾ എന്ത് ചെയ്തു? എങ്ങനെയാ നമ്മൾ വായിക്കുന്നത്? അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ, എന്താണ് അത്? ആദ്യം ഒരു ചെറിയ അടയുണ്ടാക്കി ഏലിയാവിന് കൊടുത്തു. അതിനുശേഷം അവൾക്ക് മകനുമുണ്ടാക്കി. അവൾ കലത്തിലേക്ക് നോക്കിയപ്പോൾ എന്താണ്? അല്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ മാവ്, കലത്തിൽ മാവ് വർദ്ധിച്ചു വന്നു. ചുടുന്തോറും മാവ് കുറയുകയല്ല, മാവ് വർദ്ധിച്ചു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. എണ്ണ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീർന്നു. അത് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, ഇവര് രണ്ടുപേർ, അവളും മകനും മാത്രമല്ല അപ്പം ഉണ്ടാക്കി കഴിച്ചത്, അങ്ങനെ അവനും അവളുടെ വീട്ടുകാരും. ഓ റീച്ചാലാറാമാന, നീ മരിക്കില്ല. ദൈവപുരുഷന്റെ വാക്ക് കേട്ട്, ദൈവശബ്ദം കേട്ട് നീ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ, അകന്നിരിക്കുന്ന ബന്ധുജനവും കൂട്ടുകാരും സ്നേഹിതരും നിന്റെ വീട്ടിലേക്ക് വരും. നിന്റെ കഷ്ടകാലത്തെ ആരും നിന്റെ അടുക്കൽ കാണില്ല. നീ വേദനിക്കുമ്പോൾ, നീ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, തള്ളപ്പെട്ടിരിക്കുമ്പോൾ, അകന്നു നിൽക്കുന്ന ബന്ധുജനം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നെന്നറിയുമ്പോൾ അവർ നിന്നെ തേടി നിന്റെ വീട്ടിലേക്ക് വരും. അവരും നിന്നോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പ്രോവർബുണ്ട്, പ്രോസ്പെരിറ്റി ഗെയിൻ ഫ്രണ്ട്ഷിപ്പ് ബട്ട് അഡ്വേഴ്സിറ്റി ട്രൈസ് ദം. സമ്പത്ത് കാലം കൂട്ടുകാരെ ഉണ്ടാക്കും, എന്നാൽ കഷ്ടകാലം എന്ന് പറയുന്നത് അവരെ പരിശോധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, പണമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നമ്മൾ വെൽത്തിയാണെങ്കിൽ ആൾക്കാരെല്ലാം ഫ്രണ്ട്സാണ്. കഷ്ടമാണ്, രോഗമാണ്, ജോലിയില്ലെങ്കിൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല. എല്ലാവരും കാണുന്നവർ പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ വേഗത്തിൽ നടന്നു പോകും. സാധു കൊച്ചു ഭാഷയിൽ പറഞ്ഞാൽ കണ്ടും കാണാതെയും പോയിരുന്നവർ. പ്രിയമുള്ളവർ, നമ്മുടെ കഷ്ടകാലത്ത് പലരും സ്നേഹിക്കുമെന്നും സപ്പോർട്ട് ചെയ്യും, സഹായിക്കുമെന്ന് പറയുന്നവർക്ക് മാറി മാറി പോകുമ്പോൾ കർത്താവ് കൂടെ നിൽക്കും. കഷ്ടകാലത്ത് ഞാൻ എന്ത് ചെയ്യും? കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുവെങ്കിൽ, കഷ്ടം വരുമ്പോൾ പലരും മാറി നിൽക്കുമ്പോൾ കഷ്ടകാലത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു കർത്താവ്. അവിടെ കലത്തിലെ മാവ് വറ്റിപ്പോയില്ല, ഭരണിയിലെണ്ണ കുറഞ്ഞു പോയില്ല. അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ കാലം അഹോവൃത്തി കഴിച്ചു. നമ്മൾ വായിച്ചെങ്ങനെയാ? അവൾ പറഞ്ഞത്, ഞങ്ങളിത് ഉണ്ടാക്കി മരിക്കാൻ പോവുകയാണ്. അവൾ ഇതുവരെ മരിച്ചിട്ടില്ല, അവളും കുടുംബം നന്നായി ജീവിക്കുക. ഇന്ന് രാത്രി ദൈവം നിന്റെ അവസ്ഥയ്ക്ക്, സ്ഥിതിക്ക് ഭേദം വരുത്തുമ്പോൾ അകന്നിരിക്കുന്നവരെല്ലാം നിന്നോട് എന്ത് ചെയ്യും? ചേർന്ന് വരും. ഇന്ന് രാത്രിക്കാലം ഒരാൾ മാറി നിന്നത് കൊണ്ടോ, ഒരാൾ നിന്നെ ടെലിഫോൺ ചെയ്യാത്തത് കൊണ്ടോ, ഒരാൾ നിന്റെ വീട്ടിൽ വരാത്തത് കൊണ്ടോ ദൈവപൈതലെ നീ ഭാരപ്പെട്ട ഉള്ളം കലങ്ങേണ്ട. ഇതാ, ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞവൾ, ഒരു മാർഗവുമില്ല, മരിക്കയില്ലാതെ മറ്റൊരു മാർഗവും എൻ്റെ മുമ്പിലില്ലെന്ന് പറഞ്ഞവൾ, ഇപ്പോൾ ശ്രദ്ധിക്കേ, അവളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? അവളുടെ വീട്ടുകാരെല്ലാം അവളുടെ വീട്ടിലുണ്ട്. വഴിയില്ലാത്തടത്ത് വഴി തുറക്കുവാൻ, മരുഭൂമി പോലുള്ള ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന വഴികളെ തുറന്നു തന്ന് നിന്നെ മാനിപ്പാൻ ഈ ദൈവം ശക്തനാണ്. മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്തെ നദികളും ഉണ്ടാക്കും. വഴി മാത്രമല്ല, ദാഹിച്ചിരിക്കുന്നവർക്ക് നദികൾ ഉളവാക്കുവാൻ, നദികളെ തുറന്നു കൊടുക്കുവാനും ഈ ദൈവം ശക്തനാണ്. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. ജഡ്ജസ് ചാപ്റ്റർ 15 വേഴ്സ് 18 and 19. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 18-19 വാക്യങ്ങൾ. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് എൻ ഹക്കോരെ എന്ന് പേരായി. മതി. നമുക്കറിയാം കഥാപാത്രം ആരാണ്? ശിംശോനാണ്. ശിംശോൻ വലിയ വലിയ പരാക്രമങ്ങളൊക്കെ ചെയ്തു. എന്നാൽ പരാക്രമമൊക്കെ ഒരുപാട് ചെയ്ത ശേഷം ഇപ്പോൾ എന്താണ് ശിംശോന്റെ പ്രശ്നം? അവന് കുടിക്കുവാൻ വെള്ളമില്ല. അവൻ ദാഹിച്ച പരവശനായി വലഞ്ഞിരിക്കുമ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഒന്നുകൂടെ വായിച്ച്. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട്
യഹോവയോട് നിലവിളിച്ചു. യഹോവയോട് നിലവിളിക്കുക. വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്ന ശിംശോൻ അവൻ പറയുകയാണ്, വായിച്ചോ. അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. അടിയന്റെ കയ്യാൽ നീ വലിയ മഹാജയമൊക്കെ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം എന്നാൽ ഇപ്പോൾ പ്രസന്റ് കണ്ടീഷൻ ഞാൻ ദാഹത്താൽ വലയുന്നു. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച്, ഇപ്പോൾ ഞാൻ വെള്ളമില്ലാതെ മരിച്ച് ഈ അഗ്രജനങ്ങളുടെ കയ്യിൽ വീഴണമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. പ്രിയമുള്ളവരെ, ലേഹിയിൽ എന്തില്ലായിരുന്നു? ഒരു കുഴിയില്ല. എന്നാൽ ശിംശോന്റെ നിലവിള മുൻപിൽ ദൈവം ഒരു കുഴി അങ്ങ് പിളരുക. നമ്മൾ നോക്കുമ്പോൾ ഒരു വഴിയുമില്ല, ഒന്നും കാണുന്നില്ല, ഒരു മാർഗവുമില്ല. ശിംശോൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ദാഹത്താൽ വലയുന്നു. ആഹാരമില്ലെങ്കിൽ എങ്ങനെയും പിടിച്ചു നിൽക്കാം, വെള്ളമില്ലെങ്കിൽ ആർക്കാ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ കൈ കൊണ്ട് ഇത്രയും വലിയ വിജയം തന്നിട്ട് ഇപ്പോൾ ഞാൻ ദാഹത്താൽ മരിച്ച് ഈ അഗ്രജനങ്ങളുടെ കയ്യിൽ വീഴണമോ എന്ന് ചോദിച്ച് ശിംശോൻ ദൈവത്തോട് നിലവിളിക്കുക. നിലവിളി കേട്ട ദൈവം അടങ്ങിയിരുന്നില്ല. തൻ്റെ ദാസനായ ശിംശോന് വേണ്ടി അവൻ ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ പറഞ്ഞേക്ക, എൻ്റെ മാസ്റ്ററെ ഒരു വഴിയും കാണുന്നില്ല, ഒരു രക്ഷയുമില്ല, ഇപ്പൊ മിക്കവാറും ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ തോന്നിയേക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ നിലവിളിക്കുമ്പോൾ, നിങ്ങൾ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സാധ്യത ഉളവാക്കും. ചില പറയും, എൻ്റെ പാസ്റ്ററെ അവിടെ ഇനി ആരെയും എടുക്കുന്നില്ല, എല്ലാവരും എടുത്തു കഴിഞ്ഞു, ഒരു സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. പ്രിയമുള്ളവരെ, അങ്ങനെ എത്ര പേര് പറയും. ചിലർ എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടത്തില്ല, അവിടെ കിട്ടാൻ ഒരു ചാൻസ് ഇല്ല. ഇന്ന് രാത്രികൾ ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കുമ്പോൾ ഒരു ചാൻസും ഒരു മാർഗം മുമ്പില്ലെന്ന് പറയുമ്പോൾ നിലവിളിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു വഴി അങ്ങ് തുറക്കുകയാണ്. സ്തോത്രം. ഒരു സീറ്റ് ഇല്ലെങ്കിൽ അവിടെ അങ്ങ് സീറ്റെല്ലാം അങ്ങ് ഫില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നിങ്ങളെ അവിടെ കയറ്റുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ഒരു പോസ്റ്റ് അവിടെ ഉളവാക്കും. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? നിങ്ങൾക്ക് ഒരു പൊസിഷൻ, ഒരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ, എൻ്റെ ദൈവമേ, ഇങ്ങേര് മാറാതെ എനിക്കൊരു പ്രൊമോഷൻ കിട്ടത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ, തമ്പുരാൻ വിചാരിച്ചാൽ പ്രതികൂലമായി നിൽക്കുന്ന മനുഷ്യനെ മാറ്റി നേടുവാൻ ദൈവശക്തനാണ്. അയാൾ വേണ്ടി വന്ന റിസൈൻ ചെയ്യുവാൻ, അയാളെ കൊണ്ട് റിസൈൻ ചെയ്യിക്കുവാൻ ദൈവം ശക്തനാ. അയാൾക്കൊരു ട്രാൻസ്ഫർ കൊടുക്കുവാൻ ദൈവം ശക്തനാ. നമ്മൾ നോക്കുമ്പോൾ ഒരു വഴിയും കാണുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ നിലവിളിച്ചാൽ ദൈവം ഒരു മിറക്കിൾ ചെയ്യും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ബൈ ഗോഡ്. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? എൻ്റെ ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ നമ്മുടെ മാറയെ മധുരമാക്കുന്ന ദൈവമാണ്. ശിംശോന് വേണ്ടി ലേഹിയിൽ ഒരു കുഴി അങ്ങ് വളരുമാറാക്കി. കുഴിയിൽ നിന്നും വെള്ളം പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, ദാഹിച്ചിരിക്കുന്ന മനുഷ്യനല്ലേ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവൻ്റെ ദാഹം ശമിപ്പിക്കാമെന്നല്ല ദൈവം കരുതിയത്, ഒരു ഉറവ തന്നെ എന്ത് ചെയ്തു ദൈവം പുറപ്പെടുവിച്ചെങ്കിൽ നാം സേവിക്കുന്ന ദൈവം ആരാ? ദൈവത്തിൻ്റെ വഴി ദൈവം തുറന്നാൽ അത് എത്രയാണ് പ്രിയമുള്ളവരെ? ദൈവം തുറക്കുന്ന ഉറവ നിന്നു പോകുന്ന ഉറവയല്ല. ആ ഉറവിൽ നിന്ന് അവൻ, അവിടെ വായിക്കുന്നു, അവൻ അതിൽ നിന്നും കുടിച്ചു ചൈതന്യം പ്രാപിച്ചു. ഇന്ന് രാത്രിക്കാലം ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം ഒരു വഴി തുറക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ നീ ചൈതന്യം പ്രാപിക്കും. എവിടെയാ തമ്പുരാന് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖല? എത്ര അത്ഭുതങ്ങൾ, എത്രയൊക്കെ വിടുതലുകൾ, എത്രയൊക്കെ നന്മകൾ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടതൊക്കെ പ്രസംഗിക്കുന്നത് വെറും കേട്ടുകേൾവിയോ പറഞ്ഞു കേട്ട കിഴവയ്ക്കതയോ അല്ല. ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്നത്, വേണ്ടി വന്നാൽ ദൈവം വേക്കൻസി ഉണ്ടാക്കും. ചില പാസ്റ്ററെ 40 സീറ്റുകൾ അവിടെ, നിന്റെ കുഞ്ഞിന് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ 40 എന്നുള്ള സീറ്റ് തമ്പുരാൻ വേണ്ടി 45 ആക്കും. എന്നാലും നിന്റെ കുഞ്ഞിനെ ആ സ്കൂളിലോ കോളേജിലോ ഹോസ്പിറ്റലിലോ അഡ്മിഷൻ ഒരുക്കി കൊടുക്കുവാൻ ദൈവം ശക്തനാ. നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, നിലവിളിച്ചവന് വേണ്ടി തമ്പുരാൻ ഒരു ഉറവ തുറന്നു. അവൻ അതിൽ നിന്ന് കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു. അതുകൊണ്ട് ആ ഉറവയ്ക്കൊരു പേര് വന്നു. എന്താണ്?
അതിന് ഏൻഹക്കേര എന്ന് പേര്. ഹേൻഹക്കേരെ എന്ന് പേര് വന്നു എന്ന് പറഞ്ഞാൽ നിലവിളിച്ചവന്റെ ഉറവ. ഹേൻഹക്കോര എന്ന വാക്കിന്റെ അർത്ഥം നിലവിളിച്ചവന്റെ ഉറവ എന്ന് ആ ഉറവയ്ക്ക് പേരായി. ഇന്ന് രാത്രികാലം എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ നോക്കുമ്പോൾ ഇനി ഒന്നുമില്ല. ഇപ്പോൾ തന്നെ വിധവ പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ഞാനും മോനും മരിക്കും. ശിംശോൻ പറഞ്ഞു, ഒരു വഴിയും കാണുന്നില്ല, ദാഹത്താൽ ഞാൻ മരിക്കും. രണ്ടും സംഭവിച്ചില്ല. ഇന്ന് രാത്രിക്കാലം നീ നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന ദൈവം അടങ്ങിയിരിക്കത്തില്ല. ഉറവയില്ലാത്തവർക്ക് ഒരു ഉറവയല്ല, ഒരു നദി ഉണ്ടാക്കി തരും വേണ്ടി വന്നാൽ. സ്തോത്രം. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ആർക്ക് കൊടുക്കും? തന്നോട് യാചിക്കുന്നവർക്ക്. നീ യാചിപ്പാൻ തയ്യാറായാൽ, നിലവിളിപ്പാൻ തയ്യാറായാൽ, ഒരു വഴിയും വാതിലുമില്ലെന്നൊക്കെ പറഞ്ഞ് നിരാശയോടെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, കരയുവാൻ മുട്ടുകുത്തുവാൻ നീ തയ്യാറാണെങ്കിൽ നീ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി നടത്തുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കും? അപ്പോൾ നമ്മൾ വായിച്ച പദങ്ങൾ മറന്നുപോയത്, മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്തെ നീരുറവുകളും ഉണ്ടാക്കും. ആർക്ക് വേണ്ടി ഉണ്ടാക്കും? ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? നാട്ടുകാർക്കെല്ലാം വേണ്ടി തമ്മിൽ ഈ പ്രാണി കാണിക്കുമോ? സ്തോത്രം. പ്രിയമുള്ളവരെ, വഴിയില്ലെന്ന് പറയുന്നിടത്ത് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മേധയുടെ ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ആർക്ക് വേണ്ടിയാ? താഴേക്ക് വായിച്ചേ. മതി. എല്ലാവർക്കും വേണ്ടി ദൈവം ഇങ്ങനെ ചെയ്യില്ല. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിനെ കുടിക്കുവാൻ കൊടുക്കേണ്ടതിനെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയില്ല, തിരഞ്ഞെടുത്ത ജനത്തിന് വേണ്ടി അത്ര ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മൾ ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം അത്രേ. നമ്മൾ ഏത് ലിസ്റ്റിൽപ്പെട്ടതാ? തിരഞ്ഞെടുത്തവരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ആർക്ക് വേണ്ടി തമ്പുരാൻ പ്രവർത്തിക്കുന്നത്? ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിനെ ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ, ദൈവം ചെയ്യുന്ന വിടുതലുകൾ കാണുമ്പോൾ, ഈ കാട്ടുമൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ ഒട്ടകപ്പക്ഷികളെ പോലെ നമ്മളെ കാണുമ്പോൾ കൂകുന്ന ആൾക്കാരുണ്ടല്ലോ. പെന്തക്കോസെ എന്ന് പറഞ്ഞ് കൂകുന്നവരുണ്ടല്ലോ. അവർ നമ്മൾ ചിലപ്പോൾ പെന്തക്കോസിൽ പോയതുകൊണ്ടാണ് അതിൻ്റെ ഗതി പിടിക്കാതെ പോയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവപ്രവൃത്തികൾ കാണുമ്പോൾ അവർ പറയും, നീ സേവിക്കുന്ന സ്നേഹിക്കുന്ന ദൈവം ജീവനുള്ള ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. അവരും എന്നെ മഹത്വപ്പെടുന്നു. കാട്ടുമൃഗങ്ങളെ പോലെ ഇടപെടുന്ന ആളുകൾ, പക്ഷികളെ പോലുള്ള വ്യക്തികൾ, കളിയാക്കുന്നവർ, കൂകി വിളിക്കുന്നവർ പോലും ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെ കാണുമ്പോൾ അവരും ദൈവത്തെ എന്ത് ചെയ്യും? കാട്ടുമൃഗങ്ങളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. അയ്യോ, അങ്ങൊന്നും പറയല്ലേ. അവരൊക്കെ സേവിക്കുന്ന ദൈവം വാസ്തവമായും ജീവനുള്ള ദൈവമാ. എങ്ങനെ കടന്നതാ നോക്കിക്കേ. അവസ്ഥയ്ക്ക് ദൈവം കൊടുത്ത മാറ്റം കണ്ടോ? പ്രിയമുള്ള, ഇന്ന് രാത്രികാലം വിടുതലും സൗഖ്യവും ആർക്കാണ്? ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിനാണ് വിടുതൽ. എല്ലാവർക്കുമല്ല വിടുതൽ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യും. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുത്തവൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതുകൂടെ ഞാൻ വേഗത്തിൽ അങ്ങ് പറയാം. എന്താണ് നമ്മുടെ പ്രത്യേകത? ദൈവം തിരഞ്ഞെടുത്തവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സംഖ്യാപുസ്തകം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Numbers chapter 17 verse 1 to 5. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രം ഗോത്രമായി സകല ഗോത്രപ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തന്റെ വടിമേൽ അവന്റെ പേർ എഴുതുക. ലേവിയുടെ വടിമേലോ അഹരോന്റെ പേര് എഴുതണം. ഓരോ ഗോത്രത്തിലവന് ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുൻപാകെ
ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുൻപാകെ അവയെ വയ്ക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തിളർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപുറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. മതി. ഇവിടെ ഇസ്രായേൽ ജനം ദൈവപുരുഷനായ മോശയ്ക്കും അഹരോനെതിരെ എന്ത് ചെയ്യുന്നു? മർമറിങ് എപ്പോഴും പിറുപിറുപ്പ. തമ്പുരാൻ പറഞ്ഞു, ഈ പിറുപിറുപ്പ് ഞാൻ നിർത്തിത്തരാം. എന്ത് ചെയ്യണം? എല്ലാ ഗോത്രത്തിൽ നിന്നും എന്ത് ചെയ്യണം? ഓരോ വടി കൊണ്ടുവരണം. ഓരോ ഗോത്രത്തിൻ്റെ വടിയിലും അവർ ആ ഗോത്രത്തിൻ്റെ പേരെഴുതണം. ലേവിയുടെ വടിയുടെ മേൽ ആറ് പേരെഴുതണം? അഹരോന്റെ പേർ എഴുതണം. എന്നിട്ട് ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടതിന് മുമ്പിൽ എന്ത് ചെയ്യണം? ഈ വടി വെക്കണം. ദൈവം തിരഞ്ഞെടുക്കുന്നതിൻ്റെ വടി എന്ത് സംഭവിക്കും? അത് തളിർക്കും. വായിച്ചേ. ദൈവം സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന് മുൻപാകെ അവയെ വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ആരുടെ വടി തളിർക്കും? ഞാൻ തിരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. ഇന്ന് വാൽക്കാൻ ദൈവത്തിന്റെ ജനമേ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണെങ്കിൽ നമുക്കൊരു തളിർപ്പുണ്ട്. നമ്മൾ മുരടിച്ചു പോകത്തില്ലെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കും? മുരടിച്ചിരിക്കുക, ഒരു അഭിവൃദ്ധിയും കാണുന്നില്ല. ഞാനിങ്ങനെ അങ്ങ് ഉണങ്ങിപ്പോയി, വരണ്ടുപോയി, ക്ഷീണിച്ചു പോയെങ്കിൽ ദൈവം നിന്നെയും എന്നെയും തിരഞ്ഞെടുത്തുവെങ്കിൽ വരണ്ടു പോവാൻ, ഉണങ്ങിപ്പോവാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. നിശ്ചയമായും നിനക്കൊരു തളിർപ്പുണ്ട്. നീ തളിരിടും. ഇപ്പോൾ അല്പം മൗനമായിരിക്കുന്നു തോന്നിയാലും, ഇപ്പോൾ അല്പം ക്ഷീണിച്ചിരിക്കുന്നത് തോന്നിയാലും, ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തതെങ്കിൽ നിശ്ചയമായി നീ തളിരിടും. എന്തുകൊണ്ടാണെന്നറിയുമോ? ദൈവം അവിടെ വായിച്ചത് തിരഞ്ഞെടുത്തവന്റെ വടിക്ക്. എല്ലാവരുടെയും വടിക്ക് തളിർപ്പില്ല, എന്നാൽ തിരഞ്ഞെടുത്തവന്റെ വടിക്ക് എന്തുണ്ട്? ഒരു തളിർപ്പുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഗോത്രത്തിനെ വടി എന്ത് ചെയ്തു? ഒരുമിച്ച് കെട്ടി ദൈവത്തിന് സാന്നിധ്യം ഇറങ്ങി വരുന്ന നിയമപ്പെട്ടകത്തിനടുക്കൽ കൊണ്ടുവച്ചു. പിറ്റേന്ന് അവർ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഞാൻ തിരഞ്ഞെടുക്കുന്നതിന്റെ വടി തളർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുപ്പ് ഞാൻ നിർത്തലാക്കും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രമായി ഓരോ പ്രഭു. 8-ാം വാക്യം വായിച്ചു. 8-ാം വാക്യം. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർക്കുക മാത്രമല്ല, തളർത്തു പൂത്തു ബദാം ഫലം കായ്ച്ചിരിക്കുന്നത് കണ്ടു. മോശ വടികളെയെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിന്നെടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. അവർ ഓരോരുത്തരും താന്താന്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയോട്, അഹരോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന്റെ മുൻപിൽ തിരികെ കൊണ്ടുവരിക. സാക്ഷ്യത്തിന് മുൻപാകെ കൊണ്ടുവരാൻ കൽപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അഹരോന്റെ വടി വെറുതെ തളിർക്കുക മാത്രമല്ല, അത് പൂത്തു, ഫലം കായ്ച്ചു, ബദാം ഫലം കായ്ച്ചു. ഇന്ന് രാത്രികാലം ദൈവപദലേ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവെങ്കിൽ നമ്മൾ തളിർക്കുക മാത്രമല്ല, നമ്മൾ തളിർക്കും, പൂക്കും, ഫലം കായ്ക്കും. ഫലമില്ലാതെ പോയില്ല, ഫലം കൊഴിഞ്ഞു പോകത്തില്ല. ബദാം ഫലം കായ്ച്ചുവെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തവന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നിനക്കൊരു തളിർപ്പുണ്ട്, നീ പൂക്കും, നീ ഫലം കായ്ക്കും. ദൈവം നമ്മളെ എന്തിനാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനെ നിങ്ങളെയും എന്നെയും ആക്കി വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ജനമേ, ക്ഷീണിച്ചു പോകല്ലേ. പ്രശ്നങ്ങളെ കണ്ടിട്ട്, പ്രതികൂലങ്ങളെ കണ്ടിട്ട്, പ്രസന്റ് കണ്ടീഷൻ കണ്ടിട്ട് നീ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ നീ തളർന്നു പോകല്ലേ. നീ തളിരിടാൻ പോകുക. ഓ റൂഡാമാന റീച്ചാലാരാമാന, നീ പൂക്കാൻ പോകുക. പൂക്കുന്ന പൂ കൊഴിയുകയല്ല, പൂക്കുന്ന പൂ ഫലമായി മാറ്റും. ഫലം കാണുമ്പോൾ പിറുപിറുപ്പ് നിൽക്കും. ദൈവത്തെ സേവിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. പെന്തക്കോസ്തി പോയല്ലോ, സ്നാനപ്പെട്ടല്ലോ, കൈയടിച്ചല്ലോ, ബഹളം വെച്ചല്ലോ, എന്ത് മാറ്റമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് ചോദിക്കുന്ന ചില മത്സരികൾക്ക് നീ ഒരടയാളമായി മാറും. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കും? ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ, ദൈവം എന്നെ ആകർഷിച്ചതാ, ദൈവം എന്നെ കൊണ്ടുവന്നതാ. ഞാൻ ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം എന്നെ സ്നേഹിച്ചതാ. ഞാൻ ദൈവത്തെ സ്നേഹിപ്പാൻ ഇറങ്ങി തിരിച്ചവരല്ല.
ദൈവത്തെ അറിയാത്ത കാലത്തുകൂടി അവൻ നമ്മളെ സ്നേഹിച്ചു. ഈ കൃപയിലേക്ക് അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നുവെങ്കിൽ, ഈ ആലയത്തിനകത്ത് നട്ടുവെങ്കിൽ, പ്രിയമുള്ളവരെ, നശിച്ചു പോകുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. അവൻ നമുക്കെന്ത് ചെയ്യും? നമ്മളെ ഫലമുള്ളവരാക്കി തീർക്കും. നമ്മളെ കടം മേടിക്കുന്നതിനായിട്ടാക്കുമെന്നല്ല, കടം കൊടുക്കുന്നതിനാക്കി നമ്മളെ മാറ്റും. വചനം പറഞ്ഞ വായ്പ വാങ്ങുകയില്ല, നീ വായ്പ കൊടുക്കും. നീ അനേർക്കൊരു ആശ്വാസമായിരിക്കും, നീ അനേർക്കൊരു തണുപ്പായിരിക്കും. ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? കാര്യങ്ങളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രികാലം, കർത്താവേ, എൻ്റെ അവസ്ഥ നിരാശയിലാണ് ഞാൻ ഇവിടെ ആലയത്തിൽ വന്നതെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ നിരാശ മാറണം, നിന്റെ നെടുവീർപ്പ് മാറണം, നിന്റെ കണ്ണുനീര് മാറണം, നിന്റെ വിശ്വാസം വർദ്ധിക്കണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ചിലത് ചെയ്യും. ഇന്നലത്തെ പോലെയല്ല, കഴിഞ്ഞ നാളുകളെ പോലെയല്ല. എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം, എൻ്റെ കണ്ണുനീർ കണ്ടവൻ, എൻ്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നവൻ, കണ്ണുനീരിൻ്റെ അളവറിയാവുന്നവൻ, കണ്ണുനീരിനെ അവൻ്റെ തുരുത്തിൽ, അവൻ്റെ ബോട്ടിലാക്കി വെക്കുന്നു. തുരുത്തി നിറയുമ്പോൾ അവൻ അളന്നെന്ത് ചെയ്യും? ന്യായമായിട്ട് മറുപടി തരും, പ്രതിഫലം തരും. നീ കരഞ്ഞതും, നീ ഉപവസിച്ചതും, നീ നിന്ന് കേട്ടതും ഒന്നും നഷ്ടമാകത്തില്ല. വരും ദിനങ്ങളിൽ അതിൻ്റെ നന്മ നീ കാണാൻ പോവുകയാണ്. അതിൻ്റെ മാറ്റം നിന്റെ ജീവിതത്തിൽ കാണാൻ പോവുകയാണ്. നീ അത് നിന്റെ സ്വന്തം കണ്ണാലെ കാണുമ്പോൾ നീ അടങ്ങിയിരിക്കത്തില്ല. ദാവീദ് പറഞ്ഞതുപോലെ നീ പറയും, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എന്തുള്ളൂ എന്ന് ദാവീദ് ചോദിച്ചതുപോലെ, ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത്, മറ്റുള്ളവർ തള്ളിയ സ്ഥാനത്ത് എന്നെ കസേരയിലിരുത്തുവാൻ, എന്നെ ഇത്രത്തോളം മാനിക്കുവാൻ ഞാൻ എന്തുള്ളൂ എന്ന് ചോദിച്ച് പിന്നെയും ദാവീദ് നൃത്തം ചെയ്ത് ആരാധിച്ചതുപോലെ ദൈവത്തിൻ്റെ പൈതലെ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു സുദിനം, നീ സഭയിൽ കരമുയർത്തി ദൈവത്തെ ഉയർത്തുന്നൊരു സുദിനം നിന്റെ മുൻപിലുണ്ട്. ഇന്ന് രാത്രിക്കാൾ നീ ക്ഷീണിച്ചു പോയോ? ഇന്ന് രാത്രിക്കാൾ നീ തളർന്നു പോയോ? അവൻ നിന്റെ കണ്ണുനീർ മറന്നിട്ടില്ല, നിന്റെ നിലവിളി അവൻ മറന്നിട്ടില്ല. നിന്റെ നിന്നെ അറിയുന്നു, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു. ഓ റൂഡാമാന റിച്ചാല രാമാന, നിന്റെ ഞരക്കം അവന് മറവായിരിക്കുന്നില്ല. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോടൊന്ന് അടുത്തിയല്ല, ദൈവത്തിലേക്കൊന്ന് അടുത്തിയല്ല. കർത്താവെ, ഇന്നുള്ള അവസ്ഥ എന്ത് തന്നെയായിരുന്നാലും, ശാരീരികമായും മാനസികമായും ഞാൻ തളർന്നിരിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം വിധവയ്ക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്തുവെങ്കിൽ, വിധവയുടെ കലത്തിലെ മാവിനെ നീ വർദ്ധിപ്പിച്ചുവെങ്കിൽ, എൻ്റെ ഇടുക്കത്തിന് മാറ്റം വരുത്തണം, എൻ്റെ ഞെരുക്കത്തിന് മാറ്റം വരുത്തണം. എൻ്റെ ഭൗതിക മാറ്റം മാത്രമല്ല, എൻ്റെ ആത്മീയ ഞെരുക്കത്തിന് മാറ്റം വരുത്തണം. മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് മാത്രമല്ല, സ്പിരിച്വലി എന്നെ ഒന്ന് ബ്ലെസ് ചെയ്യണം. ആത്മീയമായിട്ട് എന്നെ അനുഗ്രഹിക്കണം. ആത്മീയമായി എന്നെ ഒരു പുതിയ അനുഭവത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരണം. എൻ്റെ വരണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം. നിൻ്റെ ആത്മാവിനാൽ നീ നിറയ്ക്കണം. പലപ്പോഴും ഞാൻ ക്ഷീണിച്ചും തളർന്നും പ്രാർത്ഥിപ്പാൻ പോലും കഴിയാതെ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിലുണ്ട്. കർത്താവേ, ഞാൻ സമ്മതിക്കുന്നു, ഇതാ ഞാൻ മടങ്ങി വരുന്നുവെന്ന് ഇന്ന് രാത്രികാലം എത്ര സമ്മതിക്കും? നിങ്ങൾ മുൻപോട്ട് പോയി, നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ തമ്പുരാൻ 10 സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടി വയ്ക്കും. ഇന്ന് രാത്രികാലം നിങ്ങളൊന്ന് എഴുന്നേൽക്കുവാൻ, നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? നിങ്ങൾക്ക് ദൈവത്തെ ഉയർത്തുവാൻ കഴിയുമോ? നിന്നുകളെ മാറ്റുന്ന ദൈവം, ഓ റൂഡാമാന വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം ഇന്ന് രാത്രിക്കാലം നമ്മുടെ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ ചിലരോട് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ചിലരുടെ ഹൃദയത്തെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചിലതിൻ്റെ മുറിവുകളെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം എത്ര പേർ ദൂത് ഏറ്റെടുക്കും? റൂഡാമാൻ അറിവും തെരഞ്ഞെടുത്തവനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഈ ദിവസങ്ങളിൽ ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നമ്മളെ നോക്കി തള്ളിപ്പറഞ്ഞാലും ക്ഷീണിച്ചു പോകല്ലേ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് രാത്രിക്കാൽ നീ ക്ഷമയോട് ഇതുവരെ കാത്തിരുന്നുവെങ്കിൽ, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും വരും നിശ്ചയം, താമസിക്കയില്ല. അതിനായി കാത്തിരിക്കുക, ഡ്യൂ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക.
സമയം തെറ്റത്തിൽ നമുക്ക് തോന്നും സമയം തെറ്റി, സമയം വൈകിപ്പോയി, ഇത്രയും നാൾ ഞാൻ അധ്വാനിച്ചിട്ടും ഇത്രയും നാൾ ഞാൻ ഓടിയിട്ടും ഒന്നും കിട്ടിയില്ല. പത്രോസ് പറയുന്നത്, നാഥാ രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. കഴിഞ്ഞ രാത്രിയുടെ അധ്വാനം, കഴിഞ്ഞ മാസത്തെ അധ്വാനം, കഴിഞ്ഞ വർഷത്തെ അധ്വാനം നിഷ്ഫലമായി നിനക്ക് തോന്നുമ്പോൾ നാഥൻ പറഞ്ഞു, പത്രോസേ നിരാശപ്പെടാതെ, വല കഴുകി വീട്ടിൽ പോകാൻ തയ്യാറാകാതെ ഞാൻ പറയുന്ന പടകിനെ വലതുഭാഗത്തേക്ക് നീ ഒന്ന് വീശുക. നാഥൻ്റെ വാക്ക് അനുസരിച്ച് പത്രോസ് വല വീശിയപ്പോൾ അവിടെ വായിക്കുന്നു, നിറഞ്ഞു, അവൻ്റെ വല നിറഞ്ഞു, പടക് നിറഞ്ഞു. അവൻ തൻ്റെ സഹോദരങ്ങളെ, തൻ്റെ സ്നേഹിതന്മാരായ മുക്കുവന്മാരെ മാടി വിളിച്ചു, വന്ന് സഹായിക്കണം. എല്ലാവരും കണ്ടു നാഥൻ പത്രോസിനെ ഒന്ന് ബ്ലെസ് ചെയ്തത്. ദൈവം നമ്മെ മാനിക്കുമ്പോൾ 4 പേര് കാണത്തക്ക രീതിയിലേ മാനിക്കത്തുള്ളൂ. രഹസ്യത്തിലാണ് നീ പ്രാർത്ഥിച്ചതെങ്കിൽ, രഹസ്യത്തിലാണ് നീ കരഞ്ഞതെങ്കിൽ, മറുപടി വരുമ്പോൾ രഹസ്യത്തിലല്ല, മറുപടി വരുമ്പോൾ തമ്പുരാൻ പരസ്യമായിട്ട് തന്നെ തരും. കരയുന്നത് രഹസ്യത്തിലാണ്, എന്നാൽ മറുപടി രഹസ്യത്തിൽ തരത്തില്ല. പരസ്യമായി മറുപടി തന്നെ നിന്റെ മുഖത്തെ ആദരിക്കുവാൻ ഈ ദൈവത്തിന്റെ കരം മതിയായതാ. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? അവന് മാറ്റം വന്നിട്ടില്ല, അവന് നീക്കം വന്നിട്ടില്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒരു പരാജയമായെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്റെ പരാജയത്തെ ഞാൻ വിജയമാക്കി മാറ്റും, നിന്റെ നിന്ദകളെ ഞാൻ ഉരുട്ടിക്കളയും. റൂഡാമന ശാരീരിക മണ്ഡലങ്ങളിൽ സൗഖ്യമില്ലാതെ നീ രോഗിയായി ഇന്ന് രാത്രികാലം കടന്നു വന്നുവെങ്കിൽ സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ തൊട്ട് സൗഖ്യമാക്കും. എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. റൂഡാമന റീചാലാരാമന, അവൻ നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല രോഗങ്ങൾക്ക് മതിയായ ദൈവം. ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവം ആരാണ്? യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ കരം അത്ഭുതത്തിന്റെ കരമാണ്, അവനെപ്പോലെ പറവാൻ മറ്റൊരാളുമില്ല. ഇന്ന് രാത്രികൾ നമുക്ക് വിശ്വസിക്കാം. സമയം മുൻപോട്ട് പോയല്ലോ, ഞാൻ എൻ്റെ വാക്കിലേക്ക് മടങ്ങി വരാം. മരുഭൂമിയിലെ വഴിയും നിർജ്ജന പ്രദേശത്തെ നദികളും അവൻ തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കും. വഴിയില്ലെന്ന് പറയുന്നിടത്ത്, ഇനി ഒരു മാർഗമില്ലെന്ന് പറയുന്നിടത്ത് ഒരു വഴി ഉണ്ടാക്കുവാൻ ദൈവത്തിന് ഒത്തിരി നിമിഷം വേണ്ട. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുന്ന ദൈവം. വിധവയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയവൻ, ശിംശോന്റെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുത്തവൻ, ഇന്ന് രാത്രികാലം നിങ്ങളുടെ അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ ശക്തനാണ്. ഇന്ന് രാത്രികാലം നമുക്ക് ഏൽപ്പിക്കാം, സമർപ്പിക്കാം, നമുക്ക്